ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് എംഫസിസ് അഥവാ ഊന്നൽ കൊടുക്കൽ. അതായത് ഇംഗ്ലീഷ് വാക്യത്തിലെ ഏതെങ്കിലും പദത്തിനോ പദങ്ങൾക്കോ ഊന്നൽ കൊടുക്കേണ്ടത് അഥവാ എംഫസിസ് കൊടുക്കേണ്ടത് എപ്രകാരമാണ്. അതിൻ്റെ റൂള്, ഏതു വാക്കിനാണോ ഊന്നൽ കൊടുക്കേണ്ടത് ആ വാക്കിനു മുമ്പ് വർത്തമാനകാലത്തിൽ ഇറ്റ് ഈസ് എന്നും ഭൂതകാലത്തിൽ ഇറ്റ് വാസ് എന്നും ചേർക്കണം. അതിനുശേഷം ദാറ്റ് ചേർക്കുക. അതേസമയം ഒരു ആളിനാണ് ഊന്നൽ കൊടുക്കുന്നത് എങ്കിൽ ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് വാസ്, അത് ടെൻസ് അനുസരിച്ചിട്ട് മാറും. അതിനുശേഷം ആ ആളിൻ്റെ പേര് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ദാറ്റ് അല്ല ഉപയോഗിക്കുന്നത്, ഹൂ ആണ് ഉപയോഗിക്കേണ്ടത്. ഒന്നുകൂടി പറയാം, ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് വാസ്, അതിനുശേഷം പേര്, അത് കഴിഞ്ഞിട്ട് ഹൂ. നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രിയ ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. ഇത് ഒരു പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. പ്രിയയ്ക്ക് നൃത്ത മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടി. നമുക്ക് പല രീതിയിൽ എംഫസൈസ് ചെയ്ത് ഒന്ന് പറയാം. ഇറ്റ് വാസ് ദ ഫസ്റ്റ് പ്രൈസ് ദാറ്റ് പ്രിയ ഗോട്ട് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. 1ാം സമ്മാനമാണ് പ്രിയയ്ക്ക് നൃത്ത മത്സരത്തിൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ എംഫസൈസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് അഥവാ 1ാം സമ്മാനം എന്നുള്ളതാണ്. ഈ സെൻറ്റൻസിൻ്റെ മറ്റൊരു രൂപം നോക്കാം. ഇറ്റ് വാസ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ ദാറ്റ് പ്രിയ ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ്. നൃത്ത മത്സരത്തിലാണ് പ്രിയയ്ക്ക് 1ാം സമ്മാനം കിട്ടിയത്. ഇവിടെ നമ്മൾ എംഫസൈസ് ചെയ്തിരിക്കുന്നത് നൃത്ത മത്സരം അഥവാ ഡാൻസ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. അടുത്തത് വേറൊരു രൂപം നോക്കാം. ഇറ്റ് വാസ് പ്രിയ ഹൂ ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. പ്രിയയ്ക്ക് ആണ് നൃത്ത മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയത്. ഇവിടെ നമ്മൾ എംഫസൈസ് ചെയ്തിരിക്കുന്നത് പ്രിയ. ഓക്കെ, അപ്പോൾ ഈ 3 രൂപങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതെല്ലാം പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം. സ്വാതി വാണ്ട്സ് ദ വയലറ്റ് സാരി. സ്വാതിക്ക് വയലറ്റ് സാരി വേണം. ഇതിൻ്റെ പല രൂപങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ വയലറ്റ് സാരി ദാറ്റ് സ്വാതി വാണ്ട്സ്. വയലറ്റ് സാരിയാണ് സ്വാതിക്ക് വേണ്ടത്. ഇവിടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത് വയലറ്റ് സാരി എന്നുള്ളതാണ്. അടുത്തത്, ഇറ്റ് ഈസ് സ്വാതി ഹു വാണ്ട്സ് ദ വയലറ്റ് സാരി. സ്വാതിക്കാണ് വയലറ്റ് സാരി വേണ്ടത്. ഇവിടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത് സ്വാതി എന്നുള്ളതാണ്. അപ്പോൾ ഈ എംഫസൈസ് എപ്രകാരമാണ് കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.